പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നത് നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സംഗമം നടക്കുന്ന അവസരം കൂടിയാണിത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ നാളെ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കും. മേഘന മുരളി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് തത്സമയം ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. ഒരുപാട് ഭക്തജനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? തിരുവനന്തപുരം നഗരം ഈ ആറ്റുകാൽ ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ എത്തിക്കഴിഞ്ഞോ? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ആറ്റുകാലിലേക്ക് ആളുകൾ പ്രവഹിച്ചു തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് എസ്കേൻ. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വൈബിലാണ് തലസ്ഥാനം. അത് തലസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ പൊങ്കാല മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലാണ്. ഇവിടെ ഭക്തലക്ഷങ്ങൾ ഇപ്പോൾ തന്നെ ആ ഈ നടയിലേക്ക് ദേവിയെ ഒന്ന് കാണാനായി എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ക്യാമറയിൽ കാണിച്ചു തരുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നീണ്ട നിര ദേവിയെ കാണാനായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ ദേവിക്ക് ദർശനം നൽകാനായി ക്യൂ നിൽക്കുന്ന നീണ്ട നിരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർക്ക് ഈ കാത്തിരിപ്പിൽ ഒരു വിഷമമില്ല എന്നുള്ളതാണ് ഈ ഭക്തലക്ഷങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് ഈ പൊങ്കാല ഇടുന്നതിന് മുന്നേ നാളെ പൊങ്കാലയ്ക്ക് ഇവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയെ കണ്ടു മടങ്ങുക എന്ന് തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്യാമറയിൽ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്നും അപ്പുറത്തേക്ക് ക്യൂ നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. എപ്പോ എത്തിയതാ? 7 മണിക്ക്. ഇനി ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമല്ലോ? പ്രശ്നമില്ല. ഇല്ല, കായംകുളം. എപ്പോഴും പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. അമ്മ, പൊങ്കാല ഒരുക്കങ്ങളൊക്കെ പൊങ്കാല ഇടലുണ്ട്. അമ്മയുടെ എന്താ പ്രാർത്ഥന? എന്താ എന്നോട് എല്ലാവർക്കും സുഖവും സൗഹാർദ്ദം നൽകണമെന്ന്. എവിടുന്ന് വരുന്നതാ? കോഴിക്കോട് നിന്ന് വരുന്നത്. എല്ലാ പ്രാവശ്യം ആദ്യമായിട്ട് വരാം. ഒരുപാട് കാത്തിക്കേണ്ടി വരുമല്ലോ? കുഴപ്പമില്ല, നല്ല സന്തോഷം. എന്താണ് അമ്മയോടുള്ള പ്രാർത്ഥന? എല്ലാം നന്നായി വരട്ടെ. എവിടെയാ പൊങ്കാല ഇടുന്നത്? എവിടെയാ പൊങ്കാല ഇടുന്നത്? സ്റ്റാച്ചുവിന്റെ അവിടെ. അങ്ങനെ തന്നെയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ. നാളെ 9:15 കൂടിയാണ് ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം 9:45 കൂടി അടുപ്പുവെട്ട് ചടങ്ങ്. അതിനുശേഷം 2:15 നൈവേദ്യം അമ്മയ്ക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും ഈ ഭക്തലക്ഷങ്ങളൊക്കെ ഇവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതാണ്. അത്രയേറെ തിക്കും തിരക്കും ഈ ക്ഷേത്രനടയിൽ നമുക്ക് കാണാനുണ്ട്. പോലീസിന്റെ വിന്യാസം, അത് 5000-ലധികം പോലീസുകാർ വിവിധ സേനകളായി വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ തന്നെ പോലീസ് പെടാപ്പാട് പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരികയും ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭക്തലക്ഷങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് മേഘന മുരളി തത്സമയം ചേരുകയായിരുന്നു. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.